ഇറാൻ വീണ്ടും ചെങ്കടൽ അടച്ചു. പശ്ചിമേഷ്യ വീണ്ടും പുകയുന്നു. അമേരിക്ക ഇറാൻ ചർച്ചകൾക്കിടെ പശ്ചിമേഷ്യ വീണ്ടും പുകയുകയാണ്. ട്രംപിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതാണ് ഇറാന്റെ താല്പര്യങ്ങൾക്ക് നല്ലതെന്ന ഭീഷണിയിൽ ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന പ്രത്യാശയിലായിരുന്നു അമേരിക്ക. അമേരിക്ക ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധം നീക്കിയില്ല എങ്കിൽ ചെങ്കടൽ അടയ്ക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ വെടിനിർത്തൽ നീട്ടുമെന്ന പ്രതീക്ഷകൾക്ക് വിരാമമിട്ട് വൈറ്റ് ഹൗസ് എത്തുന്നു. ഇറാനുമായിട്ടുള്ള താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് US പ്രസ് സെക്രട്ടറി ആയിട്ടുള്ള കരോലിൻ ലെവിറ്റ് വ്യക്തമാക്കുന്നത്. അതേസമയം അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം നീക്കിയില്ല എങ്കിൽ ചെങ്കടൽ അടച്ചുപൂട്ടുമെന്ന കടുത്ത ഭീഷണിയുമായിട്ട് ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നു. ചെങ്കടൽ ഏത് നിമിഷം വേണമെങ്കിലും ഇറാൻ അടച്ചുപൂട്ടുക തന്നെ ചെയ്യും. ട്രംപ് വെടിനിർത്തൽ നീട്ടാൻ ആലോചിക്കുന്നു എന്ന വാർത്തകൾ നിലവിൽ സത്യമല്ല എന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി അടക്കം പുറത്തു പറയുകയും ചെയ്തു. ട്രംപിന്റെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതാണ് ഇറാന്റെ താല്പര്യങ്ങൾക്ക് നല്ലത് എന്നും ഒരു കരാറിലെത്താൻ സാധിക്കുമെന്ന പ്രത്യാശയുണ്ട് എന്നും അവർ പറയുന്നു. എന്നാൽ ഇറാൻ കടുത്ത നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. തങ്ങളുടെ തുറമുഖങ്ങൾക്ക് മേലുള്ള US ഉപരോധം തുറന്നാൽ ചെങ്കടലിലൂടെയുള്ള ഒരു ചരക്ക് നീക്കവും അനുവദിക്കില്ല എന്നുള്ള ഇറാന്റെ ഈ ഖാത്തം അൽ അൻബിയ സെൻട്രൽ ഹെഡ്ക്വാർട്ടേഴ്സ് നൽകി കമാൻഡർ അലി അബ്ദുല്ലാഹി മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ ഒമാൻ കടലിലൂടെയും പെർഷ്യൻ ഗൾഫിലൂടെയും ഒക്കെ ഒരു ഇറക്കുമതിയും കയറ്റുമതിയും